മാറൂന്നേ, ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ആശുപത്രി ചെന്ന ഓർത്തരം നോട്ട സാറിന്റെ ബ്ലൗസിന്റെ ഇടയിലോട്ട് നോക്കട്ടെ. പൂവ് കുറെ നേരം നോക്കി കഴിയുമ്പോഴാ തൊടാനും പിടിക്കാനും ഒക്കെ തോന്നുന്നത്. അതിനല്ലേ നിങ്ങളുടെ നേഴ്സുമാരെ കത്രികയുള്ളത്. കുഞ്ഞനും അത് തന്നെ പറയുന്നത്. കട്ടിറ്റ് മുറിച്ച് കളഞ്ഞേക്കാൻ. പണ്ഡിതനാ കുഞ്ഞനെ. സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യത്തെ പറ്റി എന്തൊരു അറിവാന്നറിയോ? അവന്റെ വിവരം മുറിച്ചു കളയേണ്ട സമയമായി. എന്താന്ന്? അല്ല, കുഞ്ഞന്റെ വിവരം അപാരമാണെന്ന് പറയായിരുന്നു. ഹലോ, നാളെ ഹർത്താലാണെന്നോ? ശരി ഉമ്മ, ഞാൻ നേരത്തെ എത്താം. രാഹുലേട്ട, എനിക്ക് ഇത്തിരി നേരത്തെ പോണം. ICUയിൽ ഉമ്മയ്ക്കൊരു അത്യാവശ്യം. ഹർത്താലായോണ്ട് നേരത്തെ ചെന്നൊരു ചേഞ്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അതെന്ത് പരിപാടിയാ മോളെ? വൈകുന്നേരത്തെ വാർഷികത്തിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോയാൽ മതി, നീ തന്നെയല്ലേ പറഞ്ഞേ? രാഹുലേട്ട, ഉമ്മയുടെ ഹസ്ബൻഡ് തീരെ വയ്യ. ഇടി, നമ്മക്കായിരിക്കും ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡ് എന്നാ അപ്പാവി ഒരു സൂചന തന്നായിരുന്നു. നീ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് മേടിക്കുന്നത്? ഞാനൊന്നും പോയില്ലോട്ടോ ഒറ്റയ്ക്ക്. ഷോ പീണങ്ങല്ലേടാ കള്ള, അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. ഇന്നിവക്ക് നൈറ്റ് ഡ്യൂട്ടി, നാളെ ഹർത്താല്. ശരിക്കും ആഘോഷിക്കാനുള്ള ടൈമുണ്ട്. ശരി ശരി. ാ നേരം എടുത്തിട്ട് വണ്ടിയും ചണ്ടിയൊന്നും കാണാനില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എപ്പ ഇവിടുന്ന് പോകാൻ പറ്റും? എന്റെ ദൈവമേ, എന്റെ ചേട്ടാ, ഇന്ന് ഹർത്താലല്ലേ, വണ്ടിയൊന്നുമില്ല, നമുക്ക് നടന്നാലാ? നിനക്കെന്താ വട്ടാ? 20 കിലോമീറ്റർ നടക്കാന്ന് വെച്ചാൽ നമ്മളെന്താ യന്ത്ര മനുഷ്യരാ? ഉച്ചയാകുമ്പോഴത്തേക്കും വണ്ടിയൊക്കെ ഓടി തുടങ്ങുമായിരിക്കും. അതുവരെ എന്ത് ചെയ്യാ? അതുവരെ പോര് സാറുമാരെ, ഹർത്താൽ ആഘോഷിക്കാന്നേ. വാ സാറേ. വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നേ. എന്നാ ഉച്ചവരെ ആഘോഷിച്ചാലോടാ. പിന്നല്ലാതെ. വാ സാറേ. അപ്പാവി, ഇയാള് ചത്തോ? അപ്പൊ ഇന്ന് കാരുണ്യക്ക് 41-21 അടിച്ചു. ഇതെന്തോ ഉറക്കാടോ ഇത്? ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ ആരെങ്കിലും എടുത്തിട്ട് പോയാലും താൻ അറിയൂലല്ലോ. നീ പോയി നിന്റെ പണി തുറന്ന് ഓടി. ഒരു സ്വപ്നം കണ്ടായിരുന്നു. വലിയ കാശുകാരെ താമസിക്കുന്ന ഫ്ലാറ്റാ. നാഴേക്ക് 40 വട്ടം ലിഫ്റ്റ് കേടാവും. അതൊന്ന് ശരിയാക്കാൻ ആർക്കെങ്കിലും നേരം ഉണ്ടോ? നടന്ന് നടു പിടിക്കാൻ എന്താ വിധി? അമ്മേ, എന്റെ ദൈവമേ, രാത്രി ഇവിടെ എന്താ വല്ല ബലാത്സംഗമായിരുന്നോ ഇങ്ങനെ കിടക്കാനായിട്ട്? വെള്ളമില്ലേ? കരട് കയറിയെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇതിങ്ങനെ ഒരിക്കലും ബ്ലോക്ക് ആവണതല്ലല്ലോ.
അപ്പാവി പിന്നെയും കിടന്നുറങ്ങി തോന്നണു. ഇതൊരു കഷ്ടപ്പാടാണ്. വെള്ളത്തിന് ഞാൻ ഇവിടെ പോവും. 5 നില ഇനി ഇറങ്ങണല്ലോ ദൈവമേ. എന്തൊരു കഷ്ടമാണ് ദൈവമേ. ഉറക്കം കേട്ടോ. അപ്പാവി, അപ്പാവി, എന്താ അപ്പാവി, വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ ഡ്രൈ ആയിട്ടടി. പൈപ്പില് വെള്ളമില്ലാന്ന്. എന്നാ സോഡ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ഇനി ഞാൻ നീയായിരുന്നു, ഞാൻ വിചാരിച്ച്. നീ അങ്ങനെ ഒരുപാട് വിചാരിക്കണ്ട. എടാ കഴുത, പൈപ്പില് വെള്ളമില്ലാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇന്നലെ പിള്ളേര് കൃത്രിമഴ കാണണമെന്ന് പറഞ്ഞപ്പോ ഞാനല്ലേ പൈപ്പ് തുറന്ന് വെള്ളം ചിരിച്ചുവിട്ടത്. പെരുമഴയത്ത് കുളിക്കുന്ന പോലെ ആ പിള്ളേര് കുളിച്ചത്. അപ്പൊ വെള്ളം ഉണ്ടായിരുന്നല്ലോ. നീങ്ങ വന്നേ, താഴത്തെ ടാങ്കിൽ പോയി നോക്കാം. നമ്മൾ തന്നെ ഇത്രയും ഗ്യാപ്പ് വേണോ? ഇവര് കാലത്ത് തന്നെ എന്നാ പരിപാടിയാ? ഇടയ്ക്ക് മുട്ടി നടന്നേ. ഓ പിന്നെ ഇതൊന്ന് തുറന്നു നോക്കി. അതിങ്ങടുത്തേ. തുറക്ക്. അതെ, മറ്റേ വെള്ളം വണ്ടി വന്നായിരുന്നോ? ഓ, ടാങ്കർ ലോറി വന്നോന്ന്. ഇതായിരുന്ന ചീഞ്ഞ കേസ്. പിടിച്ചിരുന്നെങ്കിൽ ചമ്മി പോയനെ. എന്തു ഈ കുന്തം വിഴുങ്ങിയ ആലോചിച്ചിട്ട് നിക്കണേ? വന്നിട്ടില്ല. എന്ത് വന്നിട്ടില്ല? വന്നിട്ടില്ല. സുരേന്ദ്രൻ വെള്ളമായിട്ട് രാവിലെ വന്നിട്ടില്ല. എന്നാ അതൊന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. ദേവിനി, വെള്ളമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? എന്റെ അപ്പാവ്, നീ ഇതൊക്കെ ഒന്ന് നോക്കണ്ടതല്ലേ? പിന്നെ വെള്ളം വരുന്നുണ്ടോ നോക്കലല്ലേ എന്റെ പരിപാടി. ഞാൻ ഈ ഫ്ലാറ്റിലെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറാ. ഓ, ഒരു ഓഫീസർ. കർത്താവേ, ഇന്ന് ഈ വെള്ളത്തിന്റെ പേര് ഞാൻ വെള്ളം കുടിക്കേണ്ടി വരുമല്ലോ. പോണോ? ഓ അല്ല, വേണ്ട. എന്റെ അപ്പ, വീട് ആകെ നാറി മെനക്കേടായല്ലോ. എടി, ഞാൻ എന്നാ ചെയ്യാനാടി? ഒഴുക്കോടൊഴുക്കാണ്. മാക്സിമം ട്രൈ ചെയ്തു, കൺട്രോൾ ആകുന്നില്ലടി. എന്ത് ചെയ്യാനാ? തോപ്രാങ്കുടി മനസമാധാനത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഞാനാ ഇവിടെ കൊണ്ടുവന്ന്. തുടങ്ങി വരുന്നുണ്ട്, അടിച്ചു പൊളിച്ചാ വരുന്നത്. ആര് വരുന്ന കാര്യം വാപ്പിനി പറയുന്നേ? വയറ്റീന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. നാശം. മോളെ, എന്നാ ഒരു പണി ചെയ്യേ. എന്റെ മോളെ, എന്നെ നീ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. അല്ലെ ഇളകി ഇളകി ഞാൻ ചാവൂടി. റോഡിലേക്ക് ഇറങ്ങിയാലേ വണ്ടി സമരക്കാർ തല്ലിപ്പൊളിക്കും. ഇവിടെ കിടക്കണതേ 1-2 രൂപയുടെ വണ്ടിയൊന്നും അല്ല. അപ്പനേക്കാൾ വരാനുണ്ട് നിന്റെ വണ്ടി. അവിടെ അമ്മയുടെ വണ്ടി. എടി, എവിടെയായിരുന്നടി പെണ്ണെ ഇതുവരെ? മനുഷ്യൻ തൂറി ഇടങ്ങാറായി. ബാത്റൂമിലാണ് ഒരു തുള്ളി വെള്ളമില്ല. എവിടുന്നെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം എടുത്തോണ്ട് വാ, എനിക്ക് കഴുകണം. വെള്ളമില്ല. വെള്ളം ഇല്ലേ? ടാങ്കർ ലോറിക്കാരൻ വെള്ളം കൊണ്ടുവന്നില്ല. ഇവിടുത്തെ ഫ്ലാറ്റിൽ ഒന്നും വെള്ളമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വയറ്റീന്ന് പോയി തീരുന്നുമില്ല. അയ്യോ, എനിക്ക് മേല. എടി, നോക്കി നിൽക്കാതെ നീ എവിടെന്നെങ്കിലും 2 ബക്കറ്റ് വെള്ളം കൊണ്ടുപോവാ. ഞാൻ എവിടുന്ന് വെള്ളം